അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. എന്റെ ക്ലാസ്സുകൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സുഹൃത്തുക്കൾക്ക് പങ്കുവയ്ക്കുവാൻ ശ്രമിക്കുക. ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ്സ് ആൻഡ് ദെയർ ഫെഡറേഷൻസ്. നമുക്ക് ആദ്യമായി ഹാൻഡ്ലൂം സൊസൈറ്റികളെ കുറിച്ച് പഠിക്കാം. ഹാൻഡ്ലൂം സൊസൈറ്റികൾ, കേരളത്തിലെ ഹാൻഡ്ലൂം സൊസൈറ്റികളെ കുറിച്ച് എന്താണെന്ന് നോക്കാം. ഹാൻഡ്ലൂം വീവേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. ഹാൻഡ്ലൂം വീവേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഹാവ് ബീൻ എസ്റ്റാബ്ലിഷ്ഡ് ഇൻ കേരള. കേരളത്തിലെ ഹാൻഡ്ലൂം വീവേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റികൾ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഹാൻഡ്ലൂം വീവേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഈസ് ഓർഗനൈസ്ഡ് അണ്ടർ ടു ടയർ സിസ്റ്റം. കേരളത്തിലുള്ള ഹാൻഡ്ലൂം വീവേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റികൾ എന്ന് പറയുന്നത് ദ്വിതല സമ്പ്രദായത്തിലാണ് പ്രവർത്തിക്കുന്നത്. കേരളത്തിലെ ഹാൻഡ്ലൂം വീവേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റികൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? ദ്വിതല സമ്പ്രദായത്തിലാണ്. ദ്വിതല സമ്പ്രദായം ഒരു അപ്പക് സ്ഥാപനവും അതിന് താഴെ പ്രൈമറി സൊസൈറ്റികളുമാണ് ഹാൻഡ്ലൂം വീവേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റികളിൽ കേരളത്തിൽ പ്രവർത്തിക്കുന്നത്. പ്രൈമറി ഹാൻഡ്ലൂം വീവേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റി. പ്രൈമറി ഹാൻഡ്ലൂം വീവേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റി. Primary handloom weavers cooperative societies are two types. Primary handloom weavers cooperative societies are two types. രണ്ട് തരത്തിലാണ് പ്രൈമറി ഹാൻഡ്ലൂം വീവേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റികൾ പ്രവർത്തിക്കുന്നത്. ഒന്ന്, ഹാൻഡ്ലൂം പ്രൊഡ്യൂസേഴ്സ് സപ്ലൈ ആൻഡ് മാർക്കറ്റിംഗ് സൊസൈറ്റി, അതായത് കോട്ടേജ് ഇൻഡസ്ട്രി എന്ന് പറയും. കുടിൽ വ്യവസായമായിട്ട് ഹാൻഡ്ലൂം പ്രൊഡ്യൂസേഴ്സ് ഉണ്ട്. ഒരുപാട് സൊസൈറ്റികൾ ഉണ്ട്. അങ്ങനെ വീടുകളിലും അതേപോലുള്ള സ്ഥലങ്ങളിൽ നെയ്ത്തുശാലകളൊക്കെ ആയിട്ട് കൈകൾ കൊണ്ടൊക്കെ ഉണ്ടാക്കുന്ന കുടിൽ വ്യവസായങ്ങളുണ്ട്. അതാണ് ഹാൻഡ്ലൂം പ്രൊഡ്യൂസേഴ്സ് സപ്ലൈ ആൻഡ് മാർക്കറ്റിംഗ് സൊസൈറ്റി എന്ന് പറയുന്നത്, കോട്ടേജ് ഇൻഡസ്ട്രി. അടുത്തത് ഹാൻഡ്ലൂം ഇൻഡസ്ട്രിയൽ സൊസൈറ്റീസ്. അതൊരു ഫാക്ടറി ടൈപ്പിലാണ് ഹാൻഡ്ലൂം ഇൻഡസ്ട്രിയൽ സൊസൈറ്റികൾ ഉള്ളത്. അപ്പൊ ഒന്നെന്താണ് കുടിൽ വ്യവസായമായിട്ട്, മറ്റൊന്ന് ഫാക്ടറി ടൈപ്പിലുമാണ്. അങ്ങനെ രണ്ട് തരത്തിലുള്ള ഹാൻഡ്ലൂം വീവേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റികളുണ്ട്. പ്രൈമറി ഹാൻഡ്ലൂം വീവേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റികൾ ആർ ടു ടൈപ്സ്. ഹാൻഡ്ലൂം പ്രൊഡ്യൂസേഴ്സ് സപ്ലൈ ആൻഡ് മാർക്കറ്റിംഗ് സൊസൈറ്റി, അതായത് കോട്ടേജ് ഇൻഡസ്ട്രിയും, ഹാൻഡ്ലൂം ഇൻഡസ്ട്രിയൽ സൊസൈറ്റീസ് അത് ഫാക്ടറി ടൈപ്പുമാണ്. ഇൻ ഹാൻഡ്ലൂം സൊസൈറ്റി മെജോറിറ്റി ഓഫ് ദ വർക്കേഴ്സ് ആർ വിമൺ ഫോക്ക്. ഒരു ഹാൻഡ്ലൂം സൊസൈറ്റിയെ സംബന്ധിച്ച് അതിൽ ഭൂരിഭാഗം ജോലിക്കാരും എന്ന് പറയുന്നത് സ്ത്രീകളായിരിക്കും. ഹാൻഡ്ലൂം സൊസൈറ്റിയിലെ ഭൂരിഭാഗം സ്ത്രീകളായിരിക്കും. In handloom society, majority of the workers are women folk. Handloom industry is prevalent mainly in the districts of Thiruvananthapuram, Palakkad, Ernakulam, Kozhikode and Kannur. Handloom industry എവിടേക്കാണ് കൂടുതലായിട്ട് കാണപ്പെടുന്നതെന്ന് ചോദിച്ചാൽ തിരുവനന്തപുരം, അതുപോലെ പാലക്കാട്, എറണാകുളം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ. Handloom industry is prevalent mainly in the districts of Thiruvananthapuram, Palakkad, Ernakulam, Kozhikode and Kannur. Handloom industry is prevalent mainly in the districts of Thiruvananthapuram, Palakkad, Ernakulam, Kozhikode and Kannur. Handloom society majority of the workers are women folk. The area of operation of primary society consists of an area 50 to 200 looms. ഏരിയ ഓഫ് ഓപ്പറേഷൻ എന്ന് പറയും. പ്രൈമറി സൊസൈറ്റികളുടെ ഏരിയ എന്ന് പറയുന്നത് 50 മുതൽ 200 വരെ നെയ്തുശാലകളുള്ള അതിനെയാണ് ഒരു ഏരിയ ഓഫ് ഓപ്പറേഷൻ എന്ന് പറയുന്നത്. ദ ഏരിയ ഓഫ് ഓപ്പറേഷൻ ഓഫ് എ പ്രൈമറി സൊസൈറ്റി കൺസിസ്റ്റ് ഓഫ് എൻ ഏരിയ ഓഫ് 50 to 200 ലൂംസ്. നെയ്ത്തറികളായിട്ടുള്ള ഇതുണ്ടല്ലോ, അതാണ് ഈ പറയുന്നത് കേട്ടോ. അതായത് 50 മുതൽ 200 വരെയുള്ള തറികളൊക്കെ ഉള്ള ആ ഏരിയയാണ് ഒരു പ്രൈമറി സൊസൈറ്റിയുടെ ഏരിയ ഓഫ് ഓപ്പറേഷൻ എന്ന് പറയുന്നത്. ദ ഏരിയ ഓഫ് ഓപ്പറേഷൻ ഓഫ് എ പ്രൈമറി സൊസൈറ്റി consists of an area of 50 to 200 looms. Primary handloom society admits weavers and sympathizers as members. അതായത് പ്രൈമറി ഹാൻഡ്ലൂം സൊസൈറ്റിയിൽ ആരൊക്കെയാണ് അതിന്റെ മെമ്പർമാരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നെയ്ത്തുകാരും അതുപോലെ തന്നെ അതിന്റെ അനുഭാവികളുമാണ് ഇതിന്റെ മെമ്പർമാരെന്ന് പറയുന്നത്. നെയ്ത്തിനോട് അനുഭാവമുള്ള ആളുകളും നെയ്ത്തുകാരുമാണ് ഒരു പ്രൈമറി ഹാൻഡ്ലൂം സൊസൈറ്റിയിലെ മെമ്പർമാരായിട്ട് അല്ലെങ്കിൽ അഡ്മിറ്റ് ചെയ്യുന്നത്, അംഗത്വം കൊടുക്കുന്നത് കേട്ടോ. പ്രൈമറി ഹാൻഡ്ലൂം സൊസൈറ്റി അഡ്മിറ്റ്സ് വീവേഴ്സ് ആൻഡ് സിംപത്തൈസേഴ്സ് ആസ് മെമ്പേഴ്സ്. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആർ എലക്ടഡ് ഫ്രം എമംഗ് ദ മെമ്പേഴ്സ് ഓഫ് ദ സൊസൈറ്റി. ഇതിന് ബോർഡ് ഓഫ് മെമ്പേഴ്സ് ഏതാണ്? ഈ മെമ്പർമാരുണ്ടല്ലോ ഇപ്പൊ പറഞ്ഞ നെയ്ത്തുകാരും അല്ലെങ്കിൽ അവരുടെ അനുഭാവികളുമായിട്ടുള്ള ആളുകൾ, അവരിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന ആളുകളാണ് ഇതിന്റെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്ന് പറയുന്നത്. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് are elected from among the members of the society.
ദ എയിംസ് ആൻഡ് ഫങ്ഷൻസ് ഓഫ് ദി സൊസൈറ്റീസ് ആർ ഗിവൺ ബിലോ. അതായത് ഒരു ഹാൻഡ്ലൂം സൊസൈറ്റിയുടെ, ഒരു പ്രൈമറി ഹാൻഡ്ലൂം സൊസൈറ്റിയുടെ എന്തൊക്കെയാണ് അതിന്റെ ലക്ഷ്യങ്ങളും അതിന്റെ പ്രവർത്തനങ്ങളും എന്നൊക്കെ നോക്കാം. ടു പ്രൊക്യൂർ റോ മെറ്റീരിയൽസ് ആൻഡ് ടൂൾസ്, ഇംപ്ലിമെന്റ്സ് ആൻഡ് മെഷീനറീസ് ടു ദ മെമ്പേഴ്സ്. മെമ്പേഴ്സിന് ആവശ്യമായിട്ടുള്ള റോ മെറ്റീരിയൽസ്, അതുപോലെ തന്നെയുള്ള ടൂൾസുകള്, മെഷീനറികൾ എല്ലാം എത്തിച്ചു കൊടുക്കുകയാണ് ഈ പ്രൈമറി സൊസൈറ്റിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്. റോ മെറ്റീരിയൽസ്, നൂലുകൾ, മറ്റുള്ള എല്ലാ വിധത്തിലുള്ള റോ മെറ്റീരിയൽസുകൾ, അതിനാവശ്യമുള്ള മെഷീനറികൾ, തറികൾ, അങ്ങനെ എല്ലാ കാര്യങ്ങളും എന്തൊക്കെ വേണം അതെല്ലാ കാര്യങ്ങളും എത്തിച്ചു കൊടുക്കുകയാണ് സൊസൈറ്റിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കർത്തവ്യം എന്ന് പറയുന്നത്. ടു പ്രൊക്യൂർ റോ മെറ്റീരിയൽസ് ആൻഡ് ടൂൾസ്, ഇംപ്ലിമെന്റ്സ് ആൻഡ് മെഷീനറീസ് ടു ദ മെമ്പേഴ്സ്. ടു മാനേജ് ഫോർ പ്രോസസിംഗ് ഓഫ് ക്ലോത്ത് സച്ച് ആസ് ബ്ലീച്ചിങ്, സ്ക്രീൻ പ്രിന്റിംഗ്, കളറിംഗ് എക്സെട്ര. അതായത് ഇപ്പൊ നമ്മൾ റോ മെറ്റീരിയൽസ് എന്ന് പറയുന്നത് ഇപ്പൊ നൂലാവാം, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും എത്തിച്ച് അല്ലെങ്കിൽ അത് പ്രൊക്യൂർ ചെയ്ത് ശേഖരിച്ച് മെമ്പർ സൊസൈറ്റികൾക്ക് ആവശ്യാനുസരണം വിതരണമൊക്കെ നടത്തിയതിനു ശേഷം പിന്നെ അവരെന്താണ്, പിന്നൊരു കാര്യം, നമ്മൾ തറിയിൽ തുണികൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അതിലാവശ്യമുള്ള പ്രിന്റുകൾ ബ്ലീച്ച് ചെയ്യും. പല കളറുകൾ ആക്കാനൊക്കെ പല രീതിയിലൊക്കെ പല സൈസ് ഇതിലൊക്കെ ബ്ലീച്ചിങ് നടത്താറുണ്ട്. സ്ക്രീൻ പ്രിന്റിംഗ് ഉണ്ട്, കളറിംഗ് ഉണ്ട്. ഇതെല്ലാം ചെയ്യുന്നതിന്റെ മാനേജ് ചെയ്യുന്നത് ആരാണ്? അതും ഈ സൊസൈറ്റി തന്നെയാണ്. അണ്ടർടേക്ക് ഹൗസിംഗ് സ്കീംസ് ഫോർ മെമ്പേഴ്സ്. മെമ്പർമാർക്ക്, ഈ പ്രൈമറി സൊസൈറ്റികളിലെ മെമ്പർമാർക്ക് ഹൗസിംഗ് സ്കീമുകൾ, അവർക്ക് വീടുകളൊക്കെ പണിയാനുള്ള ഹൗസിംഗ് സ്കീമുകളൊക്കെ റെഡിയാക്കി കൊടുക്കുന്നുണ്ട്. അപ്പൊ എന്തൊക്കെയാണ്? ടു പ്രൊക്യൂർ റോ മെറ്റീരിയൽസ് ആൻഡ് ടൂൾസ്, ഇംപ്ലിമെന്റ്സ് ആൻഡ് മെഷീനറീസ് ടു മെമ്പേഴ്സ്, to manage for processing of cloth such as bleaching, screen printing, coloring, etc. Undertakes housing schemes for members. Terms relate with primary handloom weavers. പ്രൈമറി ഹാൻഡ്ലൂം വീവേഴ്സുമായി ബന്ധപ്പെട്ടുള്ള ടേമുകളാണ് കോമൺ ഫെസിലിറ്റി സെന്റർ. എന്താണ് കോമൺ ഫെസിലിറ്റി സെന്റർ? നന്നായിട്ട് പഠിച്ചു വെക്കണേ. കോമൺ ഫെസിലിറ്റി സെന്റർ, സെസ് ഫണ്ട് ഓർ റിബേറ്റ്. സെസ് ഫണ്ട് ഒരു തരം റിബേറ്റ് ആണ് കേട്ടോ. സെസ് ഫണ്ട്, ത്രിഫ്റ്റ് ഫണ്ട്. ത്രിഫ്റ്റ് ഫണ്ട് എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ ഫോർമേഷന് വേണ്ടി സൂക്ഷിക്കുന്ന ഒരു ഫണ്ടാണ് ത്രിഫ്റ്റ് ഫണ്ട് എന്ന് പറയുന്നത്. ത്രിഫ്റ്റ് ഫണ്ട്, ത്രിഫ്റ്റ് ഫണ്ട് എന്ന് വെച്ചാൽ നമ്മൾ ഈ ഇതിൽ നിന്ന് ലാഭത്തിൽ നിന്ന് ഇത് മാറ്റി വെക്കണം. പിന്നെ സാധനങ്ങൾ വാങ്ങിക്കേണ്ടേ, നമുക്ക് ക്യാപിറ്റൽ വേണ്ടേ, നമുക്ക് മൂലധനം ഇല്ലാതെ നമുക്ക് പിന്നീട്ടുള്ള എല്ലാവരും വീതിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ കാര്യങ്ങൾ നടക്കില്ല. അപ്പൊ അതിൽ നിന്ന് മാറ്റിവെക്കുന്ന ഫണ്ടാണ്, ക്യാപിറ്റൽ ഫോർമേഷന് മാറ്റിവെക്കുന്ന ഫണ്ടാണ് ത്രിഫ്റ്റ് ഫണ്ട് എന്ന് പറയുന്നത്. റിബേറ്റ്, റിബേറ്റ്, സുസ്മാൻ സ്കീം, സുസ്മാൻ സ്കീം, ഫെയർ വെതർ സ്കീം, ഫെയർ വെതർ സ്കീം, ഫെയർ വെതർ സ്കീം. ഫാക്ട് ഫൈൻഡിംഗ് കമ്മിറ്റി റിലേറ്റ്സ് ടു ഹാൻഡ്ലൂം. ഫാക്ട് ഫൈൻഡിംഗ് കമ്മിറ്റി റിലേറ്റ്സ് ടു ഹാൻഡ്ലൂം. ഫാക്ട് ഫൈൻഡിംഗ് കമ്മിറ്റി എന്തുമായിട്ട് റിലേറ്റ് ചെയ്തെന്ന് ചോദിച്ചാൽ ഹാൻഡ്ലൂം സൊസൈറ്റിയാണ്. ത്രിഫ്റ്റ് ഫണ്ട് എന്തുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നു? ഹാൻഡ്ലൂം സൊസൈറ്റി ആയിട്ടും. കോമൺ ഫെസിലിറ്റി സെന്ററോ അതും ഹാൻഡ്ലൂം സൊസൈറ്റി. സുസ്മാൻ സ്കീം ഹാൻഡ്ലൂം സൊസൈറ്റി. അപ്പൊ എങ്ങനെ വേണമെങ്കിലും ചോദിക്കാം, അത് മുഴുവൻ നമുക്ക് കിട്ടണം. ടേംസ് റിലേറ്റ് വിത്ത് പ്രൈമറി ഹാൻഡ്ലൂം വീവേഴ്സ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി, കോമൺ ഫെസിലിറ്റി സെന്റർ, സെസ് ഫണ്ട്, ത്രിഫ്റ്റ് ഫണ്ട്, റിബേറ്റ്, സുസ്മാൻ സ്കീം, ഫെയർ വെതർ സ്കീം, ഫാക്ട് ഫൈൻഡിംഗ് കമ്മിറ്റി റിലേറ്റ്സ് ടു ഹാൻഡ്ലൂം. To purchase the products of members and arrange for marketing it through other societies and handicks. To purchase the products of members and arrange for marketing it through other societies and handicks. അതായത് എന്താ ചെയ്യുന്നത്? മെമ്പർമാർക്ക് വേണ്ടിയിട്ടുള്ള പ്രൊഡക്റ്റുകളൊക്കെ മാർക്കറ്റിൽ നിന്നായിട്ട് മെമ്പർമാർക്കുള്ള പ്രൊഡക്റ്റുകൾ ഉണ്ടല്ലോ, അതൊക്കെ പർച്ചേസ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ അതിന്റെ മാർക്കറ്റിംഗ് കണ്ടെത്തുകയും ചെയ്യും. പ്രൊഡക്റ്റുകൾ കണ്ടെത്തുക മാത്രമല്ല, ഇവരുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾക്കുള്ള മാർക്കറ്റുകളും കണ്ടെത്തും. അത് മറ്റുള്ള സൊസൈറ്റികൾ മുഖേനയായിട്ടും ഹാൻഡെക്സ് മുഖേനയായിട്ടും അതിനുള്ള മാർഗങ്ങളൊക്കെ കണ്ടെത്തും. ടു പർച്ചേസ് ദ പ്രൊഡക്ട്സ് ഓഫ് മെമ്പേഴ്സ് ആൻഡ് അറേഞ്ച് ഫോർ മാർക്കറ്റിംഗ് ഇറ്റ് ത്രൂ അതർ സൊസൈറ്റീസ് ആൻഡ് ഹാൻഡെക്സ്. ഇറ്റ് അറേഞ്ചസ് ഫോർ ഇൻഡിവിജ്വൽ ആൻഡ് ഗ്രൂപ്പ് ഇൻഷുറൻസ് ടു മെമ്പേഴ്സ്. അതായത് ഹൗസിംഗ് സ്കീം അറേഞ്ച് ചെയ്യുന്ന പോലെ തന്നെ എന്തും കൂടെ അറേഞ്ച് ചെയ്യുന്നുണ്ട്? ഗ്രൂപ്പ് ഇൻഷുറൻസ്, മെമ്പർമാർക്ക് ഗ്രൂപ്പ് ഇൻഷുറൻസും കൂടെ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഗ്രൂപ്പ് ഇൻഷുറൻസ് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നു. ഇതൊക്കെ എയിംസിൽ തന്നെ പെടുന്നുണ്ട്, അതിന്റെ ലക്ഷ്യങ്ങളിൽ പെടുന്നതാണ്. സാങ്ഷൻ ക്രെഡിറ്റ് ഫെസിലിറ്റീസ് ടു മെമ്പേഴ്സ് ഫോർ പ്രൊഡക്ഷൻ ആസ് വെൽ ആസ് കൺസംപ്ഷൻ പർപ്പസ്. സാങ്ഷൻ ക്രെഡിറ്റ് ഫെസിലിറ്റീസ് ടു മെമ്പേഴ്സ് ഫോർ പ്രൊഡക്ഷൻ ആസ് വെൽ ആസ് കൺസംപ്ഷൻ പർപ്പസ്. എന്താണ്? മെമ്പർമാർക്ക് ക്രെഡിറ്റ് ഫെസിലിറ്റികൾ, അതായത് അവരുടെ ഉൽപാദനത്തിന് വേണ്ടിയിട്ടൊക്കെ ഉള്ള വായ്പകളൊക്കെ റെഡിയാക്കി കൊടുക്കുന്നു. സാങ്ഷൻ ക്രെഡിറ്റ് ഫെസിലിറ്റീസ് ടു മെമ്പേഴ്സ് ഫോർ പ്രൊഡക്ഷൻ ആസ് വെൽ ആസ് കൺസംപ്ഷൻ പ്രോസസ്.
അപ്പൊ നമ്മൾ എന്തൊക്കെയാണ് ഇപ്പൊ പഠിച്ചത്? പ്രൈമറി കോഓപ്പറേറ്റീവ് സൊസൈറ്റികളെ കുറിച്ച് പഠിച്ചു. അപ്പൊ അതിന്റെ ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? അതിന്റെ ലക്ഷ്യങ്ങൾ എന്ന് പറഞ്ഞാല് to procure raw materials and tools, implements and machineries to members, to manage for processing of clothes such as bleaching, screen printing, കളറിംഗ് എക്സെട്ര. ലക്ഷ്യങ്ങൾ മാത്രമല്ല നമ്മൾ പറയുന്നത്, ഫങ്ഷൻസും കൂടിയുണ്ട് നമ്മൾ പറയുന്നത്. ലക്ഷ്യങ്ങളിൽ ഉണ്ട്, അതുപോലെ തന്നെ ഫങ്ഷൻസും. അണ്ടർടേക്സ് ഹൗസിംഗ് സ്കീംസ് ഫോർ മെമ്പേഴ്സ്, to purchase the product of members and arrange for marketing it through other societies and handels, to arrange for individual and group insurance to members, sanction credit facilities to members for production as well as consumption purpose. Terms related with the primary handloom weavers cooperative society, common facility center, cess fund, thrift fund, rebate, Susman scheme, fair weather scheme, fact finding committee relates to handloom. അടുത്തത് എന്താണ്? നമ്മൾ ദ്വിതല സമ്പ്രദായത്തിലാണ് പ്രൈമറി കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾ കേരളത്തിൽ പ്രവർത്തിക്കുന്നതെന്ന് പറഞ്ഞു. അതിൽ പ്രൈമറി കോഓപ്പറേറ്റീവ് സൊസൈറ്റികളെ കുറിച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞ് അടുത്തത് ഹാൻഡെക്സ്. ദ കേരള സ്റ്റേറ്റ് ഹാൻഡ്ലൂം വീവേഴ്സ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്. ഹാൻഡെക്സ് എന്നാണ് ദ കേരള സ്റ്റേറ്റ് ഹാൻഡ്ലൂം വീവേഴ്സ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ലിമിറ്റഡ്. ദ കേരള സ്റ്റേറ്റ് ഹാൻഡ്ലൂം വീവേഴ്സ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ലിമിറ്റഡ്, പോപ്പുലർലി നോൺ ആസ് ഹാൻഡെക്സ്. കേരള സ്റ്റേറ്റ് ഹാൻഡ്ലൂം വീവേഴ്സ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയെ പ്രധാനമായിട്ട് അറിയപ്പെടുന്നത്, അല്ലെങ്കിൽ എന്തിന്റെ പേരിലാണ് പ്രശസ്തമായിരിക്കുന്നത്? ഹാൻഡെക്സ് എന്ന പേരിലാണ്. അതായത് നമ്മൾ ഇപ്പൊ ഹാൻഡെക്സിന്റെ തുണികൾ, ഹാൻഡ് വീവിന്റെ തുണികൾ എങ്ങനെയൊക്കെയാണ് നമ്മൾ പറയാതെ, അപ്പൊ ഹാൻഡെക്സ് എന്ന് പറയുന്നത് എന്താണ്? കേരള സ്റ്റേറ്റ് ഹാൻഡ്ലൂം വീവേഴ്സ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ട്രേഡ് നെയിം എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ അത് അറിയപ്പെടുന്ന ഹാൻഡെക്സ് എന്ന പേരിലാണ്. The year in which Handex was registered on 27th July 1971. 1961. 1961 ജൂലൈ 27-നാണ് 1961 ജൂലൈ 27-നാണ് ഹാൻഡെക്സ് രജിസ്റ്റർ ചെയ്തത്. The year in which Handex was registered on 27th July 1961. The year in which Handex was registered on 27th July 1961. 1961 ജൂലൈ 27-നാണ് ഹാൻഡെക്സ് രജിസ്റ്റർ ചെയ്തത്. The year in which Handex was registered on 27th July 1961. Headquarters of Handex is situated at തിരുവനന്തപുരം. ഹാൻഡെക്സ് എന്ന് പറയുന്നത് 27 ജൂലൈ 1961 രജിസ്റ്റർ ചെയ്ത ഹാൻഡെക്സ് അത് എന്താണ്? ഹാൻഡ്ലൂം കോഓപ്പറേറ്റീവ് സൊസൈറ്റികളുടെ അപ്പക് സ്ഥാപനമാണ്. അതിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്താണ്. ഹാൻഡെക്സിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? തിരുവനന്തപുരം. ഹാൻഡെക്സിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് തിരുവനന്തപുരത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഹാൻഡെക്സിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് തിരുവനന്തപുരത്താണ് സ്ഥിതി ചെയ്യുന്നത്. The trade name of the product of Kerala State Handloom Weavers Cooperative Apex Society is Handex. നേരത്തെ പറഞ്ഞു അപെക്സ് സൊസൈറ്റിനെ പോപ്പുലർലി നോൺ ആസ് ഹാൻഡെക്സ് എന്നാണ്. അത് തന്നെയാണ് അതിന്റെ ട്രേഡ് നെയിം എന്ന് പറയുന്നത്. ട്രേഡ് നെയിം ഓഫ് ദി പ്രൊഡക്ട്സ് ഓഫ് കേരള സ്റ്റേറ്റ് ഹാൻഡ്ലൂം വീവേഴ്സ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി അപെക്സ് സൊസൈറ്റി is the Handex. The year in which Kerala Handloom Weavers Cooperative Societies Act passed 1960. ഹാൻഡ്ലൂം വീവേഴ്സ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1960-ലാണ് പാസ്സാക്കിയത്. ഹാൻഡ്ലൂം വീവേഴ്സ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്ക് സ്വന്തമായിട്ടൊരു ആക്ട് ഉണ്ട്. അത് 1960-ലാണ് അത് പാസ്സാക്കിയത്. ഹാൻഡെക്സ് ഇസ് രജിസ്റ്റേർഡ് അണ്ടർ ദി കേരള സ്റ്റേറ്റ് ഹാൻഡ്ലൂം വീവേഴ്സ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1960. ഹാൻഡെക്സ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് കേരള സ്റ്റേറ്റ് ഹാൻഡ്ലൂം വീവേഴ്സ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1969 പ്രകാരമാണ്. 1969-ലെ കേരള സ്റ്റേറ്റ് ഹാൻഡ്ലൂം വീവേഴ്സ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് പ്രകാരമാണ് ഹാൻഡെക്സ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. As per KCS Rule 15, Handex is a producer society. 1969-ലെ KCS റൂളില് 15-ാമത്തെ റൂൾ പ്രകാരം ഹാൻഡെക്സ് എന്ന് പറയുന്നത് പ്രൊഡ്യൂസേഴ്സ് സൊസൈറ്റിയാണ്. റൂൾ 15 ക്ലാസിഫിക്കേഷൻ ഓഫ് സൊസൈറ്റിയാണ്. അപ്പൊ അതിന്റെ പ്രവർത്തനങ്ങൾക്കനുസരിച്ചുള്ള ക്ലാസിഫിക്കേഷൻ റൂൾ 15 വരുന്നത്. അത് പ്രകാരം KCS ആക്ട് പ്രകാരം തന്നെ ഹാൻഡെക്സ് ഒരു പ്രൊഡ്യൂസേഴ്സ് സൊസൈറ്റിയാണ്. ഹൗ മെനി റീജിയണൽ ഓഫീസ് ഇൻ ഹാൻഡെക്സ്? ഹാൻഡെക്സിന് എത്ര റീജിയണൽ ഓഫീസുകളുണ്ട്? 4 റീജിയണൽ ഓഫീസുകളാണുള്ളത്. 4 റീജിയണൽ ഓഫീസുകളാണ് ഹാൻഡെക്സിനുള്ളത്. ഒന്നാമത്തെ കൊല്ലത്ത്, രണ്ടാമത്തെ കൊച്ചി, മൂന്നാമത്തെ പാലക്കാട് ആൻഡ് കോഴിക്കോട്. ഹൗ മെനി റീജിയണൽ ഓഫീസസ് ഇൻ ഹാൻഡെക്സ്? 4. കൊല്ലം, കൊച്ചി, പാലക്കാട് ആൻഡ് കോഴിക്കോട്. കൊല്ലം, കൊച്ചി, കോഴിക്കോട് ആൻഡ് പാലക്കാട്. ഹൗ മെനി റീജിയണൽ ഓഫീസസ് ഇൻ ഹാൻഡെക്സ്? കൊല്ലം, കൊച്ചി, പാലക്കാട് ആൻഡ് കോഴിക്കോട്. 4 എണ്ണം ഉള്ളത് കേട്ടോ. കൊല്ലം, കൊച്ചി, പാലക്കാട് ആൻഡ് കോഴിക്കോട്. ത്രിഫ്റ്റ് ഫണ്ട് ഇസ് ക്രിയേറ്റഡ് ബൈ ഹാൻഡ്ലൂം സൊസൈറ്റി ഫ്രം എംപ്ലോയീസ് വേജസ്. അതായത് എംപ്ലോയീസിന്റെ വേജസിൽ നിന്നാണ്. എംപ്ലോയീസിന് ഞാൻ നേരത്തെ പറഞ്ഞത് പ്രോഫിറ്റ് നിന്നാണെന്ന് തോന്നുന്നുണ്ട്. അങ്ങനെയല്ല, വേജസിൽ നിന്നാണ് ത്രിഫ്റ്റ് ഫണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത്. ത്രിഫ്റ്റ് ഫണ്ട് ഇസ് ക്രിയേറ്റഡ് ബൈ ഹാൻഡ്ലൂം സൊസൈറ്റി ഫ്രം എംപ്ലോയീസ് വേജ്.
ജോലിക്കാരുടെ ശമ്പളത്തിൽ നിന്ന് ഒരു ഭാഗം മാറ്റി മാറ്റി വെച്ചിട്ടാണ് ത്രിഫ്റ്റ് ഫണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത്. ത്രിഫ്റ്റ് ഫണ്ട് ഈസ് ക്രിയേറ്റഡ് ബൈ ഹാൻഡ്ലൂം സൊസൈറ്റി ഫ്രം എംപ്ലോയീസ് വേജ്. അവർക്ക് കിട്ടുന്ന കൂലിയിൽ നിന്ന് ഒരു ഭാഗം മാറ്റി വെച്ചിട്ടാണ് ത്രിഫ്റ്റ് ഫണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത്. എ ഗ്രൂപ്പ് ഓഫ് പ്രൈമറി സൊസൈറ്റി സെറ്റപ്പ് ഫോർ ഡൂയിങ് പ്രോസസിംഗ് ഓഫ് ഹാൻഡ്ലൂം ഈസ് കോമൺ ഫെസിലിറ്റി സെന്റർ. എന്താണ് കോമൺ ഫെസിലിറ്റി സെന്റർ എന്ന് പറയുന്നത്? പ്രൈമറി സൊസൈറ്റികള് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കും. ഒരു പ്രൈമറി സൊസൈറ്റികൾ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് പ്രോസസ്സ് ചെയ്യുന്നതിനാണ് കോമൺ ഫെസിലിറ്റി സെന്റർ എന്ന് പറയുന്നത്. അതായത് നമ്മൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ചിലപ്പോ ഒരു ഗ്രാമത്തിൽ കുറെ നെയ്ത്തുകാരിങ്ങനെ ഓരോ വീടുകളിലായിരിക്കും, അല്ലെങ്കിൽ ഒരു വീട്ടിൽ കുറച്ച് തടികൾ വെച്ച് ചെയ്യിക്കുന്നതായിരിക്കും. അപ്പൊ അതിന്റെ ബ്ലീച്ചിങ് ആയിട്ട് കുറെ കാര്യങ്ങൾ ചിലപ്പോൾ നമുക്ക് അവിടെ വെച്ച് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ എല്ലാത്തിനും കൂടെ കുറെ ഒരു സൊസൈറ്റിയിലെ പല ഗ്രൂപ്പ് ഓഫ് സൊസൈറ്റികൾ എല്ലാവരും കൂടി ചെയ്യുന്ന ഒരു കോമൺ ഫെസിലിറ്റി സെന്റർ ആണ് കോമൺ ഫെസിലിറ്റി സെന്റർ എന്ന് പറയുന്നത്. അതിന്റെ പ്രോസസ്സിംഗ് ഉണ്ടല്ലേ, ബ്ലീച്ചിങ് എന്ന് പറയും, ഡൈയിങ് എന്ന് പറയും, കളറിംഗ് എന്ന് പറയും, സ്ക്രീൻ പ്രിന്റിങ് ആയിക്കോട്ടെ, കുറെ പല കാര്യങ്ങൾ ചെയ്യും. അങ്ങനത്തെ ചില കുറെ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ കോമൺ ഫെസിലിറ്റി സെന്റർ മുഖേനയായിരിക്കും ചെയ്യുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് എല്ലാവരും പ്രൈമറി കോർപ്പറേറ്റീവ് സൊസൈറ്റികൾക്ക് നമ്മളുടെ തടികളിൽ വെച്ചോ അല്ലെങ്കിൽ അവർക്ക് ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ ഇത് കോമൺ ഫെസിലിറ്റി സെന്റർ മുഖേന ചെയ്യും. A group of primary societies set up for doing processing of handloom is common facility center. ശ്രീമൂലം ഹാൻഡ്ലൂം വീവേഴ്സ് സൊസൈറ്റി വാസ് സിറ്റുവേറ്റഡ് അറ്റ് തിരുവനന്തപുരം. ശ്രീമൂലം ഹാൻഡ്ലൂം വീവേഴ്സ് സൊസൈറ്റി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? തിരുവനന്തപുരത്താണ്. ശ്രീമൂലം ഹാൻഡ്ലൂം വീവേഴ്സ് സൊസൈറ്റി വാസ് സിറ്റുവേറ്റഡ് അറ്റ് ട്രാവൻകൂർ. ട്രാവൻകൂറിൽ തിരുവനന്തപുരത്താണ്. അത് ആദ്യത്തെ കാലത്ത് ട്രാവൻകൂറിലായിരുന്നു. ട്രാവൻകൂർ ശ്രീമൂലം ഹാൻഡ്ലൂം വീവേഴ്സ് അപ്പെക്സ് കോപ്പറേറ്റീവ് സൊസൈറ്റി സെറ്റ് തിരുവനന്തപുരം, കൊച്ചി സെൻട്രൽ ഹാൻഡ്ലൂം വീവേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റി സെറ്റ് തൃശൂർ, കേരള ഹാൻഡ്ലൂം വീവേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റി സെറ്റ് കാലിക്കറ്റ് ആർ അമാൽഗമേറ്റഡ് ടു ഹാൻഡെക്സ്. എന്താണ് ശ്രീമൂലം ഹാൻഡ്ലൂം വീവേഴ്സ് അപ്പെക്സ് കോപ്പറേറ്റീവ് സൊസൈറ്റി അറിയപ്പെടുന്ന പേരെന്താണ്? അതാണ് ഈ അപ്പെക്സ് കോപ്പറേറ്റീവ് സൊസൈറ്റി തിരുവനന്തപുരത്താണ് സ്ഥിതി ചെയ്തിരുന്നത്. അത് പിന്നെ കൊച്ചി സെൻട്രൽ ഹാൻഡ്ലൂം വീവേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റി തൃശ്ശൂരും, അതുപോലെ കേരള ഹാൻഡ്ലൂം വീവേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റി കാലിക്കറ്റും. അത് മൂന്നും കൂടെ മെർജ് ചെയ്തിട്ടാണ് ഹാൻഡെക്സ് ഉണ്ടായത്. Central Cottage Industries Cooperative Societies were registered at Kochi. Central Cottage Industries Cooperative Societies were registered at Kochi. അതായത് നമ്മൾ കോട്ടേജ് ഇൻഡസ്ട്രീസിനെ കുറിച്ചൊക്കെ പറഞ്ഞില്ലേ, അതിന്റെ സെൻട്രൽ കോട്ടേജ് ഇൻഡസ്ട്രീസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് കൊച്ചിയിലാണ്. ഹാൻഡെക്സിന് 440 പ്രൊഡക്ഷൻ സെന്ററുകൾ. ഹാൻഡെക്സിന് 440 പ്രൊഡക്ഷൻ സെന്ററുകളുണ്ട്. ഹാൻഡെക്സിന് 150 സെയിൽസ് ഔട്ട്ലെറ്റുകളുണ്ട്. ഹാൻഡെക്സിന് 150 സെയിൽസ് ഔട്ട്ലെറ്റുകളുണ്ട്. 440 പ്രൊഡക്ഷൻ സെന്ററുകളും 150 സെയിൽസ് ഔട്ട്ലെറ്റുകളും ഉണ്ട്. സെൻട്രൽ കോട്ടേജ് ഇൻഡസ്ട്രീസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് വെർ രജിസ്റ്റേർഡ് അറ്റ് കൊച്ചി. വിച്ച് ഈസ് ദ ഫസ്റ്റ് ഹാൻഡ്ലൂം സൊസൈറ്റി ഇൻ ഇന്ത്യ? കാഞ്ചീപുരം ഹാൻഡ്ലൂം സൊസൈറ്റി. ഇന്ത്യയിലെ ആദ്യത്തെ ഹാൻഡ്ലൂം സൊസൈറ്റി എന്ന് പറയുന്നത് കാഞ്ചീപുരം ഹാൻഡ്ലൂം സൊസൈറ്റിയാണ്. കാഞ്ചീപുരം ഹാൻഡ്ലൂം സൊസൈറ്റിയാണ്. വാട്ട് ഈസ് ദ ഓതറൈസ്ഡ് ഷെയർ ക്യാപിറ്റൽ ഹാൻഡ്ലൂം? ₹10 crore. ഏതാണ് ഓതറൈസ്ഡ് ഷെയർ ക്യാപിറ്റൽ? എത്ര? 10 കോടി. 10 കോടിയാണ് ഓതറൈസ്ഡ് ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. 10 കോടി രൂപയാണ് ഓതറൈസ്ഡ് ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഹാൻഡ്ലൂം റിസർച്ച് സെന്റർ സിറ്റുവേറ്റഡ് ബാലരാമപുരം. എനിക്ക് നല്ല പനിയുണ്ടായി. അപ്പൊ അതിന്റെ ടാബ്ലറ്റ് കഴിച്ചപ്പോഴേ മരുന്നുകൾ കഴിച്ചതിന്റെ ഭയങ്കര ഒരു സ്ലോ വരുന്നുണ്ട്. എനിക്ക് ക്ലാസ് എടുക്കുമ്പോ ഒരു ക്ഷീണോ തളച്ച എന്തൊക്കെയുണ്ട്. അന്നലെ ക്ലാസ് എടുക്കാതിരിക്കാനും പറ്റൂലേ, കാരണം നമുക്ക് സമയമില്ല. ഇന്നലെ അതുകൊണ്ടാണ് ഞാൻ റെക്കോർഡ് ചെയ്യാതിരുന്നത്. ഒട്ടും തലപന്ത്രണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ ഡോക്ടറെ കണ്ട് മരുന്നൊക്കെ കഴിച്ചു. അപ്പൊ അതിന്റെ ക്ഷീണം ഉണ്ട് എനിക്ക്. പക്ഷെ ഞാൻ അങ്ങനെ ഡിലേ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ക്ലാസ് തീരില്ല. ഹാൻഡ്ലൂം ഡിസൈൻ സെന്റർ സിറ്റുവേറ്റഡ് അറ്റ് ബാലരാമപുരം. ഹാൻഡ്ലൂം ഡിസൈൻ സെന്റർ സിറ്റുവേറ്റഡ് അറ്റ് ബാലരാമപുരം. High power study team on Weaver Society was appointed in 1973 under the chairmanship of B. Sivaraman. High power study team on Weaver Society was appointed in 1973 under the chairmanship of B. Sivaraman. 1973 ഹൈ പവർ സ്റ്റഡി ടീം വീവർ സൊസൈറ്റിക്ക് വേണ്ടി അപ്പോയിന്റ് ചെയ്തു. അതിന്റെ ചെയർമാൻ എന്ന് പറയുന്നത് ബി ശിവരാമൻ ആയിരുന്നു. ബി ശിവരാമൻ കമ്മിറ്റി റിപ്പോർട്ട് സബ്മിറ്റഡ് ഇൻ 1974 വിച്ച് മേഡ് നമ്പർ ഓഫ് ഡെവലപ്മെന്റ്സ് ഇൻ ഹാൻഡ്ലൂം സൊസൈറ്റി. ബി ശിവരാമൻ കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിച്ചപ്പോൾ അത് എന്നാണ് റിപ്പോർട്ട് സമർപ്പിച്ചത്? 1974-73 അപ്പോയിന്റ് ചെയ്യുകയും 74 റിപ്പോർട്ട് സമർപ്പിച്ചു. അതിൽ
ഹാൻഡ്ലൂം ഇൻഡസ്ട്രിയുടെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരുന്നു. ഹൈപ്പർ സ്റ്റഡി ടീം ആരായിരുന്നു? ബി ശിവരാമനായിരുന്നു. ഏത് വർഷം? 73 റിപ്പോർട്ട് സമർപ്പിച്ചത് 74. അടുത്തത് നമുക്ക് ഹാൻഡെക്സ് പഠിച്ചു കഴിഞ്ഞു. അടുത്തത് കെൽടെക്സ് ആണ്. കെൽടെക്സ്, വാട്ട് ഈസ് ദ എക്സ്പാൻഷൻ ഓഫ് കെൽടെക്സ്? കേരള ഹൈടെക് വീവിംഗ് ആൻഡ് ഗാർമെന്റ്സ് കോപ്പറേറ്റീവ് മിൽസ് എന്നാണ്. കേരള ഹൈടെക് വീവിംഗ് ആൻഡ് ഗാർമെന്റ്സ് കോപ്പറേറ്റീവ് മിൽസ്. കേരള ഹൈടെക് വീവിംഗ് ആൻഡ് ഗാർമെന്റ്സ് കോപ്പറേറ്റീവ് മിൽസ് ആണ് കെൽടെക്സ്. പഠിച്ചോളൂ കേട്ടോ. ദ പ്ലേസ് ഇൻ വിച്ച് ഹെഡ്ക്വാർട്ടേഴ്സ് ഓഫ് കെൽടെക്സ് ലൊക്കേറ്റഡ്. ദ പ്ലേസ് ഇൻ വിച്ച് ഹെഡ്ക്വാർട്ടേഴ്സ് ഓഫ് കെൽടെക്സ് ലൊക്കേറ്റഡ് മലപ്പുറം. എവിടെയാണ് കെൽടെക്സിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് സ്ഥിതി ചെയ്യുന്നത്? മലപ്പുറത്താണ്. ദ പ്ലേസ് ഇൻ വിച്ച് ഹെഡ്ക്വാർട്ടേഴ്സ് ഓഫ് കെൽടെക്സ് ലൊക്കേറ്റഡ് മലപ്പുറം. അപ്പൊ കെൽടെക്സ് എവിടെയാണ്? മലപ്പുറത്താണ്. കെൽടെക്സ് എന്താണ്? കേരള ഹൈടെക് വീവിംഗ് ഗാർമെന്റ്സ് കോപ്പറേറ്റീവ് മിൽസ്. ടെക്സ്ഫെഡ് എന്നാണ് നോക്കനി. ടെക്സ്ഫെഡ്, കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ടെക്സ്റ്റൈൽ ഫെഡറേഷൻ ലിമിറ്റഡ്. കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ടെക്സ്റ്റൈൽ ഫെഡറേഷൻ ലിമിറ്റഡ് ആണ് ടെക്സ്ഫെഡ് എന്ന് പറയുന്നത്. കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ടെക്സ്റ്റൈൽ ഫെഡറേഷൻ ലിമിറ്റഡ്. ഹെഡ്ക്വാർട്ടേഴ്സ് ഓഫ് ടെക്സ്ഫെഡ് തിരുവനന്തപുരം. ഹെഡ്ക്വാർട്ടേഴ്സ് ഓഫ് ടെക്സ്ഫെഡ് തിരുവനന്തപുരം. ഹെഡ്ക്വാർട്ടേഴ്സ് ഓഫ് ടെക്സ്ഫെഡ് തിരുവനന്തപുരം. ടെക്സ്ഫെഡ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1992. 1992 ടെക്സ്ഫെഡ് എസ്റ്റാബ്ലിഷ് ചെയ്തത്. 1992 ടെക്സ്ഫെഡ് എസ്റ്റാബ്ലിഷ് ചെയ്തത്. The Apex Federation of Cooperative Spinning Mills, Powerloom Weavers Cooperative Society is Texfed. അതായത് പവർലൂംസിന്റെ കോപ്പറേറ്റ് സൊസൈറ്റികളുടെ അപ്പക് സ്ഥാപനമാണ് ടെക്സ്ഫെഡ് എന്ന് പറയുന്നത്. നമ്മൾ ഇത്രയും നേരം പഠിച്ചത് ഹാൻഡ്ലൂംസിനെയാണ്, കൈകൊണ്ട് ഉണ്ടാക്കുന്നതിനാണ്. ഇനി മെഷീനുകൾ കൊണ്ട് ഉണ്ടാക്കുന്ന പവർലൂംസിന്റെ അപ്പക് സ്ഥാപനം എന്ന് പറയുന്നത് ടെക്സ്ഫെഡ് ആണ്. ഹാൻഡ്ലൂംസിന്റെ ഹാൻഡെക്സും പവർ ലൂംസിന്റെ ടെക്സ്ഫെഡുമാണ്. ദർ ഇസ് നോ റീജിയണൽ ഓഫീസേഴ്സ് ഓർ ബ്രാഞ്ചസ് ഇൻ ടെക്സ്ഫെഡ്. അതൊരു അപ്പക് സ്ഥാപനം മാത്രമാണ്. റീജിയണൽ ഓഫീസുകളോ ബ്രാഞ്ചുകളോ ഒന്നുമില്ല. There is no regional office or branches in Texford. There is no regional office or branches in Texford. ഓക്കെ, നമുക്കൊരു കാര്യം ചെയ്യാം. ഞാനിപ്പോ അത് ഷോർട്ടാക്കി വീഡിയോ എടുത്താണ്. ഇനി നമുക്ക് കാർഫെഡ് പഠിക്കാനുണ്ട്, അതുപോലെ ഹാൻഡിക്രാഫ്റ്റ് സൊസൈറ്റികളൊക്കെ പഠിക്കാനുണ്ട് ഇതിൽ, ഈ പോർഷനിൽ. അതൊക്കെ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് എടുക്കാം. എനിക്ക് ഭയങ്കര ടയേർഡായതിന്റെ പേരിൽ ഞാൻ കുറച്ച് ക്ലാസ് എടുത്താണ്. അപ്പൊ നമുക്ക് എന്തായാലും അടുത്ത ക്ലാസ്സിൽ കാണാം. അപ്പൊ നിങ്ങൾ എല്ലാവരും എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ ശ്രമിക്കുക, അതുപോലെ കമന്റ്സുകൾ ഇടണം. അപ്പൊ ഓക്കെ, താങ്ക് യു.